തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ മാനേജ്മെന്റിലുള്ള കേരളവർമ്മ സംസ്കൃത അപ്പർ പ്രൈമറി സ്കൂളിലെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷം ഓഗസ്റ്റ് 22-ന് സമാപിച്ചു. സമാപന സമ്മേളനം കേരള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. 1925 ശ്രീ കേരളവർമ്മ തമ്പുരാൻ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷം സമാപിച്ചു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം 1995 സ്കൂൾ ഏറ്റെടുത്തതിനു ശേഷം അടിസ്ഥാന വികസനങ്ങൾ നടത്തിയതിനു പിന്നാലെ വിദ്യാലയം കൂടുതൽ ഉയരങ്ങളിലെത്തി. ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യ പകരാൻ ഉപകരിക്കുകയും നാടിന്റെ അഭിവൃദ്ധിക്ക് കാരണമാവുകയും ചെയ്ത സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ആലുവ MLA ശ്രീ അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ശ്രീ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. പ്രവർത്തന റിപ്പോർട്ട് സ്കൂൾ മാനേജരും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ PU രാധാകൃഷ്ണൻ അവതരിപ്പിച്ചു. ഈ സ്കൂളിലെ ഏറ്റവും പ്രായം ചെന്ന പൂർവ്വ വിദ്യാർത്ഥിനി 98 വയസ്സുള്ള ശ്രീമതി രാധ തമ്പുരാട്ടിയെ മന്ത്രി റോജി എം ജോൺ ആദരിച്ചു. സ്കൂൾ സ്ഥാപകനായ കേരളവർമ്മ തമ്പുരാന്റെ പുത്രൻ രാമചന്ദ്രൻ, കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ പുത്രൻ മുരളി വർമ്മ, മുൻ മാനേജർമാരെയും 3 അധ്യാപക അനധ്യാപകരെയും ആദരിച്ചു. CM കിഡ്സ് 2026 സ്കോളർഷിപ്പ് ലഭിച്ച കുമാരി കാർത്തികയെ അനുമോദിച്ചു. ചടങ്ങിൽ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് A മോഹനകുമാർ, സെക്രട്ടറി AN മോഹനൻ, ആലുവ AEO ശ്രീമതി സനുമ നൌഷാദ്, ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ MK ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി മധു, ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസ്, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡാർലി ജീമോൻ, തിരുവൈരാണിക്കുളം വാർഡ് മെമ്പർ സുരേഷ് കുളങ്ങര, തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO ജോൺസൺ, അകവൂർ പ്രൈമറി സ്കൂൾ പ്രധാനാധ്യാപിക സമിത K നായർ, PTA പ്രസിഡന്റുമാരായ മാഹിൻ അബൂബക്കർ, സൗദീഷ് എന്നിവർ ആശംസകൾ നേർന്നു. കേരളവർമ്മ സംസ്കൃത UP സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു K നായർ നന്ദി രേഖപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.